നമസ്കാരം. നാടിൻ്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുളസി. ഇത് നമ്മൾ ഒരൊറ്റ വാർത്തയാണ് കൊടുക്കുന്നത്. നമ്മുടെ നാട്, നമ്മുടെ സംസ്കാരം ഒക്കെ സമ്പന്നമാകുന്നത് സാഹിത്യത്തിൻ്റെ ഫലമായിട്ടാണ്. അത് നേരത്തെ ഒട്ടനവധി നല്ല വായനയുള്ളവരുണ്ടായിരുന്നു. നന്നായിട്ട് വായിക്കാൻ അറിയാത്തവർക്ക് വായിക്കുന്നവർ പറഞ്ഞു കൊടുക്കുന്ന കഥകളുണ്ടായിരുന്നു, അവരുടെ പ്രസംഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംസ്കാരവും നമ്മുടെ മാനവികതയ്ക്കും വളരുന്നത്. ഇപ്പോൾ കാലം മാറുമ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ പോലും പുസ്തകങ്ങൾക്കും അച്ചടിക്കും എഴുത്തിനും ഒന്നും വലിയ കോട്ടം തട്ടിയിട്ടില്ല. ഇപ്പോഴും അതൊക്കെ വളരെ സജീവമാണ്. നമ്മുടെ നാട്ടിലെ കവി ശശിധരൻ കുണ്ടറയുടെ പുതിയ പുസ്തകം, 5ാമത്തെ പുസ്തകം കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ചു. പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മളിത് കൊടുക്കുന്നത്. ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം. സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന പരിപാടികൾ കുട്ടികളുടെ സിനിമയ്ക്കും ഇടം ലഭിക്കുമെന്ന് സിനിമാ മന്ത്രി PC വിഷ്ണുനാഥ്. സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടികൾ കുട്ടികളുടെ സിനിമ ആസ്വാദനവുമായി ബന്ധപ്പെട്ട മികച്ച പദ്ധതികൾ ഉണ്ടാകുമെന്ന് ചലച്ചിത്ര മന്ത്രി PC വിഷ്ണുനാഥ് കവി ശശിധരൻ കുണ്ടറയുടെ മഴയത്ത് മുറ്റത്തെന്ന കുട്ടികളുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇൻട്രാഗു സ്നേഹവേദി കൺവീനർ KG ബാബു അധ്യക്ഷത വഹിച്ചു. BM രാജ്മോഹൻ പുസ്തകം പരിചയപ്പെടുത്തി. അഡ്വക്കേറ്റ് KP സജിനാഥ് പുസ്തകം ഏറ്റുവാങ്ങി. KI ഗിരീഷ്, MG സുനിൽകുമാർ, ബെറ്റി സാർത്രേ എന്നിവർ പുസ്തകത്തിലെ കവിതകൾ അവതരിപ്പിച്ചു. ശശി ജോഷ്, ഷൈനി മാർട്ടിൻ ജോൺ, R തുളസി, തങ്കച്ചൻ വിശ്വനാഥൻ, B ജയപ്രകാശ്, കവി ശശിധരൻ കുണ്ടറ എന്നിവർ സംസാരിച്ചു. അവതരണത്തിൽ സ്ഥിരം കാണുന്ന ആളുകളാണ് ഞങ്ങൾ, കുറച്ച് ആൾക്കാരിവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിന് പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 12:30 കളി ഇവിടെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയുടെ ആ കവിത മാത്രം ഒന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി. ചേലുള്ള ചേരയ്ക്ക് ചേലയില്ലെങ്കിലും ചേരയ്ക്ക് വാല് വേണം, ആനയ്ക്ക് തുമ്പി വേണം, നമ്മുടെ കുഞ്ഞിനൊരു തുമ്പി വേണം, അവരുടെ തുമ്പിക്ക് ചിറകും വേണം, പുലിയുടെ വാലൊരു പുള്ളിവാല്, എലിയുടെ വാലൊരു വള്ളിവാല്, വാലിന് വാലിട്ടാൽ വവ്വാലല്ല, അക്കാടും ഇക്കാടും കാടല്ല, അക്കാടും ഇക്കാടും അക്കാടല്ല. വളരെ ഇങ്ങനത്തെ ഇതുപോലത്തെ മനോഹരമായ കവിതകളാണ് ഈ സമാഹാരത്തിൽ ഉടനീളമുള്ളത്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ സാഹിത്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ചലച്ചിത്ര മേഖലകളെ സംബന്ധിച്ച് ദീർഘമായി തന്നെ സ്വാഗതത്തിൽ പറഞ്ഞുകൊണ്ടാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ കുട്ടികളുടെ ചലച്ചിത്രങ്ങൾക്ക് അവാർഡില്ലായിരുന്നു. അവാർഡ് ജൂറി തന്നെ പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. ജൂറി നമ്മളൊരു സിനിമ വിധി തീരുമാനിക്കാൻ ചുമതലപ്പെടുത്തിയാൽ പിന്നെ ജൂറിയാണ് തീരുമാനമെടുക്കുന്നത്. അതിൽ പിന്നെ നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായി, അതുകൊണ്ട് പ്രഖ്യാപിച്ചില്ല. അപ്പോൾ കുട്ടികളുടെ ചലച്ചിത്ര സാക്ഷരത ഉയർത്തുക, ഇത് വേറൊരു കാര്യമാണ്. കുട്ടികളുടെ സിനിമ ഉണ്ടായതിനെ കുറിച്ചല്ല, കുട്ടികൾ നല്ല സിനിമകൾ കാണുന്നതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകണം എന്ന് സിനിമാ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ പൈലറ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് കൂടി കാണാവുന്ന ലോകത്തെ ഏറ്റവും കുട്ടികൾ കണ്ടിരിക്കുന്ന മനോഹരമായ സിനിമകൾ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കുന്ന ഒരു പരിപാടി അടുത്ത മാസങ്ങളിൽ ആരംഭിക്കുകയാണ്. പ്രദർശനം മാത്രമല്ല, പ്രദർശനത്തിന് അരമണിക്കൂർ മുമ്പ് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ ചലച്ചിത്ര മേഖലയിലെ വ്യക്തിത്വങ്ങൾ, പാടൂർ സാറാകാം, അല്ലെങ്കിൽ TV ചന്ദ്രനാകാം, ചിലയിടത്ത് മമ്മൂട്ടിയാകാം, ചിലയിടത്ത് മോഹൻലാലാകാം, ആഗ്രഹിക്കുകയാണ് അവരെല്ലാം വരുമെന്ന് കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ടെക്നീഷ്യൻസുമാർ, എഡിറ്റർമാർ, സിനിമാറ്റോഗ്രാഫർമാർ, അങ്ങനെയുള്ളവരെല്ലാം സിനിമയെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് സംസാരിക്കുക. സിനിമയുടെ സാങ്കേതിക വശമാകാം,
അഭിനയത്തെക്കുറിച്ചാകാം, സംവിധാനത്തെക്കുറിച്ച് അതൊരു മുക്കാൽ മണിക്കൂർ അവർ സംസാരത്തിന് ശേഷം ഒരു സിനിമ. കുട്ടികൾ വേറെ എവിടെയും നിന്നും കാണാൻ സാധിക്കാത്ത സിനിമ. കാരണം നമ്മൾ കാണിച്ചില്ലേ അവരിത് കാണത്തില്ല. ഇങ്ങനെയൊക്കെ ഒരു സിനിമ ലോകത്തുണ്ട്, ഇങ്ങനെയും സിനിമകളുണ്ട് എന്ന്. കാരണം ഫെസ്റ്റിവലിൽ ഈ 18 വയസ്സിന് മേലുള്ളവരെയാണ് നമ്മൾ അവർക്ക് ഡെലിഗേറ്റ് പാസ് ഉള്ളത്. അപ്പോൾ കുട്ടികൾക്ക് കാണാൻ കഴിയുന്ന, ലോകത്ത് അവർ കണ്ടിരിക്കേണ്ട സിനിമകളെ നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടി. അപ്പം എന്നോട് സർക്കാരിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും മുഖ്യമന്ത്രി തന്നെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ 100 ദിന കർമ്മ പരിപാടിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇത് 100 ദിവസത്തിനുള്ളിൽ തന്നെ തുടങ്ങണം. കാരണം കുട്ടികൾ നല്ല സിനിമ കാണുന്നത് 100 ദിവസം കഴിഞ്ഞിട്ട് വേണ്ട എന്ന് തീരുമാനിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളത് 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ സിനിമാ വകുപ്പിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സെപ്റ്റംബർ 25 മുതൽ 30 വരെ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഒരാശങ്കയും വേണ്ട. ആളുകൾ പല പ്രചരണവും നടത്തി IFFK തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് IFFK തിരുവനന്തപുരത്ത് തന്നെ വരാൻ ഈ ഡിസംബർ 8 മുതൽ തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ IFFK ആരംഭിക്കും. അപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുന്ന ഒരു വേദി കൂടിയായിരുന്നു ഞാൻ സൂചിപ്പിച്ചു. തീർച്ചയായും ശശിധരൻ കുണ്ടറയിൽ നിന്നും ഇനിയും മനോഹരമായ പുസ്തകങ്ങൾ, കൂടുതൽ ബാലസാഹിത്യത്തിൽ കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടാകട്ടെ, എല്ലാവരും ഇങ്ങനെ കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ്, പുസ്തക പ്രകാശന ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. സംഘടന എന്ന് പറയാനല്ല, ഒരു കൂട്ടായ്മ എന്ന് പറയാം. ഇതിനകത്ത് ഈ മനുഷ്യനെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് പ്രതീക്ഷകളോ അങ്ങനൊന്നുമില്ല. ഇത് ഞങ്ങളിപ്പോൾ കുറച്ചുപേര് ചേർന്ന് പുതിയതായിട്ട് വരുന്ന എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടൊരു പബ്ലിക്കേഷൻസ് ആരംഭിക്കുകയാണ്. ലിറ്റററി പബ്ലിക്കേഷൻസ്. കഴിഞ്ഞ ദിവസം വന്ന് വേറെ കുറെ കവിതകളൊക്കെ ആയിട്ട് അവിടെ ഒരു ആശംസകൾ അർപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാകാം ഇപ്പോൾ മന്ത്രി സൂചിപ്പിച്ചതുപോലെ അവർക്ക് എത്തിച്ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് നല്ല സിനിമകൾ കാണുവാൻ ഉള്ള അവസരം ഉണ്ടാക്കുവാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഞാൻ കരുതുകയാണ്. ശശിധരൻ കുണ്ടറയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. കാരണം സന്തോഷ് കല്ലിക്കുന്നിൻ്റെ സന്തോഷ് കളിക്കുന്ന പോയാ ഇവിടെ സന്തോഷിന്റെ പുസ്തക പ്രകാശനം നിറഞ്ഞ സദസ്സിൽ നടന്നതാണ്. ആ പുസ്തക പ്രകാശനത്തിൽ സന്തോഷിന്റെ പുസ്തകത്തോടൊപ്പം സന്തോഷിനോടൊപ്പം തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടി നന്നായി പറഞ്ഞത് ശശിധരൻ കുണ്ടറയെ കുറിച്ച് അദ്ദേഹം വന്നില്ലേ ഏറ്റുവാങ്ങിയത് അല്ലെ ഏറ്റുവാങ്ങിയത് അത്. അപ്പം അതേക്കുറിച്ച് ദീർഘമായി പറയല്ല. നല്ല കവിതകളുടെ ഇവിടെ ജോഷ് തന്നെ പറഞ്ഞതുപോലെ, ശശി സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ നന്മകളുടെ ചുണ്ടല പുഞ്ചിരിയും ചുണ്ടല മണ്ടരിയും നാട്ടുമാവിൻ ചുനവും നാട്ടുമണവും ഒക്കെ നമ്മെ എപ്പോഴും കൊതിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കൊതിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് വീണ്ടും വീണ്ടും പ്രതീക്ഷ നൽകുന്ന കവികൾ വളരെ ചുരുക്കമാണ്. അതിൽ പ്രധാനി ശശിധരൻ കുണ്ടറയാണ്. ശശിധരൻ കുണ്ടറയുടെ ഒരു കവിത നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പുതിയ ഒരുപാട് അനുഭവം ഉണ്ടാകും. നവ്യമായ അനുഭവങ്ങളിലൂടെ തന്നെ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുവാനുള്ള കരുത്ത് ഊർജ്ജം നമുക്ക് തരുന്നതാണ് ആ കവിയുടെ കവിതകൾ. ഞാൻ ഉറക്കെ പറയുകയാണ്. പ്രതീക്ഷയുടെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുകയും നമ്മുടെ നിരാശ ബാധിച്ചൊരു സമൂഹത്തെ ആ കവിക്ക് ആ നിരാശയിൽ നിന്ന് ആ സമൂഹത്തെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ള ഒരു വീക്ഷണമാണ് ഞാൻ എപ്പോഴും ഓരോ കവിത വായിച്ചിട്ട് ഞാൻ വിളിക്കാറുള്ളത്. അന്ന് ഒരിക്കലും സന്തോഷത്തിൽ അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കവിത എഴുതുന്നു അല്ലേ, കവിതയിൽ. അതുകൊണ്ട് ആ കവിതയിലേക്ക് കടക്കില്ല. ഇതിനകത്ത് 2 കവിതകൾ മനോഹരമായ ഈ പുസ്തകം കയ്യിൽ കിട്ടിയോടെ മുഴുവൻ വായിച്ചു, വീണ്ടും വായിച്ചു. ഇത് 3ാമത്തെ വായനയാണ്. മൊത്തം ഇപ്പോൾ വായിക്കുന്ന ഒറ്റ 2 കവിത. എന്താവാം
കുട്ടി കവിതകൾ കേട്ട് വളർന്നവനാണ് ഞാൻ. കുട്ടി കവിതകൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മൂമ്മ എപ്പോഴും ഞാൻ പറയും, സാറേ 2 മിനിറ്റ് എത്തും, ഉടനെ എത്തും മേളിൽ കുമ്പിടിയാണെന്നാണ് ചോദിച്ചത്. ഒറ്റ കവിത. ചെവിയുടെ നീളം മുയലിന് കൂടാൻ കാരണം എന്താവാം, കഥകൾ കേൾക്കാൻ ഏറെ കമ്പം മുയലിന് വന്നിട്ടാകാം, മൂക്കിന് നീളം ആനയ്ക്കാവാൻ കാരണം എന്താകാം, പൂമണമേറ്റാൻ ഏറെ പ്രിയം ആനയ്ക്കായിട്ടാവാം, കഴുത്തു നീണ്ടത് ജിറാഫിനല്ലേ കാരണം എന്താവാം, ഒന്നൊഴിയാതെ കാഴ്ചകളെല്ലാം കണ്ടു രസിക്കാനാകാം, മനുഷ്യൻ ഇങ്ങനെ നെട്ടനെയാവാൻ കാരണം എന്താകാം, മനുഷ്യരാശിക്ക് അനന്ത വിസ്മയ ബുദ്ധി ഉദിക്കാനാകാം. ഈ ഒഴിവുകാലത്തു ഞാൻ എൻ്റെ വീട്ടിൻ്റെ ചുവരിലൊരു ചിത്രം വരയ്ക്കും. ഈ ഒഴിവുകാലത്ത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ചുവരിലൊരു ചിത്രം വരയ്ക്കും. ഈ നല്ല നാടിൻ്റെ സ്വപ്നവും സത്യവും ഞാൻ അതിൽ നന്നായി വരയ്ക്കും. ഈ നല്ല നാടിൻ്റെ സ്വപ്നവും സത്യവും ഞാനതിൽ നന്നായി വരയ്ക്കും. ചക്കയും മാങ്ങയും തേങ്ങയും എന്നല്ല നിധി കാക്കും എല്ലാ മരവും. ചക്കയും മാങ്ങയും തേങ്ങയും എന്നല്ല നിധി കായ്ക്കുമെല്ലാ മരവും. കോറിയിടണം ഇടമില്ല എങ്കിലും മരവും മനുഷ്യനും വേണം. കോറിയിടണം ഇടമില്ല എങ്കിലും മരവും മനുഷ്യനും വേണം. വരയായി നിറമായി കനിവൂറും മനസ്സായി ചിത്രത്തിലെന്നും നിറയും. വരയായി നിറമായി കനിവൂറും മനസ്സായി ചിത്രത്തിലെന്നും നിറയും. ചിത്രം രചിച്ചു കഴിയുമ്പോൾ എന്നോട് കൂട്ടരെയൊക്കെ വിളിക്കും. ചിത്രം രചിച്ചു കഴിയുമ്പോൾ എന്നോട് കൂട്ടരെയൊക്കെ വിളിക്കും. പാട്ടായി കളിയായി കൂക്കുവിളിയായി കൂട്ടരോടൊത്തു തിമിർക്കും. പാട്ടായി കളിയായി കൂക്കുവിളികളായി കൂട്ടരോടൊത്തു തിമിർക്കും. കൂട്ടരോടൊത്തു തിമിർക്കും. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from class 10 and 77 are from plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ഒരു കുടുംബ കൂട്ടായ്മ പോലൊരു അന്യരായ അവരാരുമില്ല. ശശിധരൻ കുണ്ട്ര 1980-കളിൽ സാഹിത്യ രംഗത്തേക്ക് വന്ന ആളാണ്. അന്ന് ഈ അത്യന്താധുനികതയുടെ അതിന് ആധുനികതയുടെ ഒരു കാലത്ത് കവിത എഴുതി വന്ന ആളാണ് ശശിധരൻ കുണ്ട്ര. മിനിമാസികളുടെയൊക്കെ ഒരു കാലം. എസ് എൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കലാകൗമുദിയിലെ ട്രയലിലോ ഒരു കവിത
പ്രസിദ്ധീകരിച്ചു, കലാകൗമുദി കലാകൗമുദിയിൽ. ആ കവിത കൃഷ്ണനായരുടെ കളയ്ക്ക് സാക്ഷാൽ എം കൃഷ്ണൻ നായർ കണ്ടു. അദ്ദേഹത്തിന്റെ തല്ല് ഹേ കവി ശശിധരൻ കുണ്ടറേ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി. കാറ്റ് 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 അത് കാറ്റ് ഈ കോളേജിൽ അദ്ദേഹത്തെ അധ്യാപകർ വരെ വിളിക്കുന്നത് എങ്ങനെയായിരുന്നു? ഹേ കവി ശശിധരൻ കുണ്ടറേ എന്ന്. അതൊരു പ്രയോഗമായി മാറി. എം കൃഷ്ണൻ നായരുടെ തല്ല് ഒരാൾക്ക് കൊണ്ടെങ്കിൽ അയാള് വെറുതെ ഉള്ള ഒരാളിനെ അദ്ദേഹം തല്ലില്ല. അപ്പോൾ ആ തല്ലേറ്റ ആള് മോശമായില്ല. കവിതാ രംഗത്ത് അദ്ദേഹം വളരെയധികം പ്രവർത്തിച്ചു. പിന്നെ അദ്ദേഹം എങ്ങനെ ബാലസാഹിത്യ രംഗത്തേക്ക് കടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ചോദിച്ചാൽ, ഒന്ന് ഈ സമാന്തര വിദ്യാലയങ്ങളിൽ കുട്ടികളുമായിട്ടുള്ള സല്ലാപങ്ങൾ, സ്കൂളുകളിലെ ശില്പശാലകൾ, പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ചില പരിപാടികൾ കണ്ടു. പാഠപുസ്തക രചന. ഞാനൊരു കവിത ചൊല്ലാം. കവിത കൊതി. കിളിയാകാനൊരു കൊതിയുണ്ടെന്ന കൂട്ടിലടച്ചാലോ, മരമാകാനൊരു കൊതിയുണ്ടെന്ന വെട്ടിമുറിച്ചാലോ. കിളിയാകാനൊരു കൊതിയുണ്ടെന്ന കൂട്ടിലടച്ചാലോ, മരമാകാനൊരു കൊതിയുണ്ടെന്ന വെട്ടിമുറിച്ചാലോ. പിച്ചകമലരായി തീർന്നാൽ എന്നെ പിച്ചെടുത്താലോ, പിച്ചകമലരായി തീർന്നാൽ എന്നെ പിച്ചെടുത്താലോ. പുഴയാകാനൊരു കൊതിയുണ്ടെന്ന മലിനപ്പെട്ടാലോ, പുഴയാകാനൊരു കൊതിയുണ്ടെന്ന മലിനപ്പെട്ടാലോ. മഴയായാലോ മണ്ണിലിറങ്ങി കടലായി പോയാലോ, മഴയായാലോ മണ്ണിലിറങ്ങി കടലായി പോയാലോ. കടലായി പോയാൽ ഞാനും കൊതിയും ഉപ്പിലലിഞ്ഞാലോ, മുകളിൽ പൊങ്ങി മറഞ്ഞിട്ടൊടുവിൽ മുകിലായി പോയാലോ, മുകളിൽ പൊങ്ങി മറഞ്ഞിട്ടൊടുവിൽ മുകിലായി പോയാലോ. അതുവേണ്ടി ഞാനായി തന്നെ ഇരുന്നാൽ മതിയല്ലോ, അതുവേണ്ടി ഞാനായി തന്നെ ഇരുന്നാൽ മതിയല്ലോ. മാഷിനെ കുറിച്ച് ഒന്നിനും പറയില്ല, എങ്കിലും മാഷിനെ കുറിച്ച് ഒരു കൊച്ചു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതൊന്നുമല്ല, കഴിഞ്ഞ വർഷം ഞങ്ങള് വേണു നായർ എന്ന വളരെ പ്രസിദ്ധനായ ഒരു സിനിമാ സംവിധായകൻ, അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഡോക്യുമെന്ററികളാണ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 100-ൽ കൂടുതൽ ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള അദ്ദേഹം ഒരു അടുത്ത സുഹൃത്തു കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് അതിന് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കാവുകളെ കുറിച്ചുള്ള, കഴിഞ്ഞ വർഷമാണ് അത് റിലീസ് ചെയ്തത്, കാവുകൾ, നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ പ്രകൃതിയും സ്നേഹവും, ആ നഷ്ടത്തിന്റെ കഥ പറയുന്ന ഒരു ഡോക്യുമെന്ററി. ആ ഡോക്യുമെന്ററിന്റെ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് വേണു നായരെ ക്ഷണിച്ചു. ഞാൻ മാഷിനെയും കൂട്ടി ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യണം. അപ്പോൾ സംഗതി കാവിനെ കുറിച്ചാണെന്ന് പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, എൻ്റെ ഒരു കവിത ഉണ്ടാകുന്ന വായിച്ചു നോക്കാം. ട്രെയിനിലിരുന്ന് ഞങ്ങൾ വെള്ളത്തേക്ക് നോക്കുകയാണ്. ആ കവിത എന്നെ കാണിച്ചു. പകുതി വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാഷെ ഇത് തന്നെയാണ് അത്, ഇനി നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ഇത് വായിച്ചാൽ. പക്ഷെ ഞങ്ങൾ അത് കാണാൻ പോയി. ഈ പ്രിവ്യൂ ഞങ്ങൾ ലെനിൻ തിയേറ്ററിലാണ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ കവിത വേണു നായരെ കാണിച്ചു. അദ്ദേഹം അത് കണ്ട് ആകെ ത്രില്ലടിച്ചു പോയി. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കവിത എഴുതാൻ പറ്റുന്നത്? അദ്ദേഹത്തിന്റെ സിനിമയിൽ അദ്ദേഹം ഒരു വിഷ്വൽ പിക്ചർ എന്ന് പറയുന്നതിന് വേറൊരു പ്രത്യേകതയുള്ളൂ. അതിലൊക്കെ പറയുന്നതിലൊക്കെ ഉപരിയായിട്ട് ഈ സാധനം എങ്ങനെ ഈ ശശിധരൻ കുണ്ടറ എഴുതി വെച്ചു എന്നാണ്. അത്ഭുതം കൂറിയത് മാത്രമല്ല, അദ്ദേഹത്തിന് മാത്രം ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അദ്ദേഹം അന്ന് രാത്രി തന്നെ ചെന്നൈയിലേക്ക് പോയി. അന്ന് അതിന്റെ പിറ്റേ ദിവസം റെക്കോർഡ് ചെയ്ത് തിരിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രിവ്യൂ കഴിഞ്ഞ സിനിമ റിലീസ് ചെയ്യുന്നത് ഭാരത് ഭവനിലാണ്, ഓർക്കുന്നില്ലേ? ആ ചിത്രം റിലീസ് ചെയ്യുന്ന ദിവസം അതിന്റെ ടൈറ്റിൽ സോങ് ആയി ഈ കവിത മാറ്റി. ഇനി എനിക്കൊന്നും പറയാനില്ല. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ദൃഢതയ്ക്ക് കളരിപ്പയറ്റ് അഭ്യസിക്കും. ആത്മവിശ്വാസവും ശാരീരിക ആനന്ദവും സ്വന്തമാക്കാൻ യോഗ പരിശീലിക്കും. ശരീരവും മനസ്സും ചെറുപ്പമായി സൂക്ഷിക്കാൻ ശാരീരിക വ്യായാമങ്ങൾ സ്വന്തമാക്കും.
കളരിയും യോഗയും വ്യായാമങ്ങളും അഭ്യസിക്കാൻ MBG CVN കളരി കുണ്ടറ. 7 വയസ്സ് മുതൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആർക്കും അഭ്യസിക്കാം. മുതിർന്നവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും പ്രത്യേക പരിശീലനം നൽകുന്നു. MBG CVN കളരി കുണ്ടറ. ഫോൺ 94 47 11 99 80. നാളെ തന്നെ പരിശീലനം ആരംഭിക്കും. ആരോഗ്യത്തോടെ ആനന്ദത്തോടെ ജീവിക്കും. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം പുസ്തകം, കവിത, കാരണം രാജമോഹൻ പറഞ്ഞിരുന്നേ തുടങ്ങുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കവിത കൃഷ്ണനായർ സാറ് കലാമതിൽ വലിച്ചില്ല. കാരണം ഞാനന്ന് ആ സമയത്ത് ട്രയലിലൊക്കെ കൃത്യമായിട്ട് ഒരുപാട് കവർ സ്റ്റോറിയൊക്കെ എഴുതുന്ന ഒരു സമയമായിരുന്നു. മലയാളത്തിൽ മുഴുവൻ പ്രത്യേകങ്ങൾ വായിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ വന്നിട്ട് ഇത് വായിച്ചപ്പോൾ കാറ്റെന്നുള്ള കവി ശശീന്ദ്രൻ കുണ്ട്രൈ എന്ന് പറഞ്ഞ കുണ്ട്രൈജിൽ എടുക്കണമുണ്ടോ എനിക്ക് ആദ്യം തോന്നി. അങ്ങനെയാണ് ഞാനും സാറും ഒരു വയലിൻ്റെ അക്കരയ്ക്കലാണ് താമസിക്കുന്നെങ്കിലും ഈ സാറിനെ എങ്ങനെ അറിഞ്ഞൂടാം. പിന്നെ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഞാൻ കാണുന്നത് ഒരു പുസ്തകം ഇങ്ങനെ മടക്കി, ഒരു പുസ്തകം നല്ല രസം കാണാം. പുസ്തകം ഇങ്ങനെ മടക്കി ഇങ്ങനെ നടക്കുന്ന തലയ്ക്ക് നോക്കത്തില്ല, കാറ്റിന് നോക്കത്തില്ല, ആർക്ക് നോക്കാതെ ഇങ്ങനെ പോകുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ തിരിച്ചു പോകും. ഞാൻ ഈ ആൾക്കാരോടൊക്കെ വളരെ അടക്കമുണ്ടാക്കി നടക്കുന്ന ഒരാളാണ് നിലയിൽ ഇങ്ങനെ ഒരു സൗമ്യനായ മനുഷ്യനെ എങ്ങനെ സംഘടിപ്പിക്കാമെന്ന് ആലോചിച്ച് ചുമ്മാ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് കൊണ്ട് എനിക്ക് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ആ പ്രദേശത്തുള്ള ഒരു 10-70 ചെറുപ്പക്കാർ വരുന്ന സ്ഥലമായിരുന്നു. അതിന് എക്സൈസത്തോട് സ്നേഹത്തോട് സമയം, കമ്മ്യൂണിസ്റ്റോട് സ്നേഹത്തോട് സമയം, യുവാവിൻ്റെ ദൈവശാസ്ത്രത്തോട് സ്നേഹത്തോട് സമയം, ഇവിടെ നടക്കുന്ന ജോർജൊക്കെ നമ്മുടെ വലിയ സ്ഥിരം കക്ഷികളാണ്. അത് ഞാൻ എന്നെ കണ്ടതാണ്. അന്ന് ഞാനിങ്ങനെ കുളിക്കുന്ന മാറ്റം തോന്നില്ല. കണ്ടാൽ അഞ്ചാവിക്കുമ്പോൾ സ്വഭാവം കണ്ടാൽ അങ്ങനെ തോന്നും. അത് ചെറുപ്പക്കാർ എൻ്റെ പിന്നെ ഇളയ അനിയൻ്റെ, അതായത് എൻ്റെ 4 പേർക്ക് 5 പേർക്ക് താഴെയുള്ള അനിയൻ്റെ കൂട്ടുകാരും ഒക്കെ ഈ ഗ്രൂപ്പിൽ ചേരും. പ്രായമുള്ളവരും ചേരും, ചെറുപ്പക്കാരും ചേരും, എന്നേക്കാൾ പ്രായമുള്ളവരും. അത്രയും വലിയൊരു പ്രത്യേക ഗ്രൂപ്പാണ്. അത് ആ അമ്മമാരൊക്കെ ഇങ്ങനെ പറയുന്നത് കഞ്ചാവിലൂടെ ആരോ പറഞ്ഞിട്ട് അവൻ വീക്കൊന്നുമില്ല, പിള്ളേരെ കഞ്ചാവിൽ വരികയും ചെയ്യുന്നു. അങ്ങനെ വരുന്ന സാറിൻ്റെ ആദ്യത്തെ കവിത പോലെ സാറ് മറ്റേ ലിറ്റിൽ മാഗസിനിലൊക്കെ എഴുതുന്ന സമയം മുതൽ സാറിനെ നമുക്കറിയാം. സാറ് അന്ന് മുതൽ ഇങ്ങനെ എഴുതാൻ ആദ്യത്തെ കവിത പുസ്തക പ്രകാശനം വജസ്സിൻ്റെ, നിങ്ങൾ ആരും പറയാതെ ഒരു സാധനമുണ്ട്. സാറിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ദേഷ്യമുള്ള സാധനമാണ്. വജസ് എന്ന് പറഞ്ഞൊരു കുട്ടി മാഗസിൻ ഉണ്ടായിരുന്നു സാറിൻ്റെ. അത് നിർത്തി. ആ നിർത്തലാണ്. കാരണം മലയാളത്തിൽ ആദ്യമായിട്ട് വിവര കഥ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് സാറിന് വേണ്ടി എഴുതിയ ഒരാളാണ് ആദ്യമായിട്ട്. വേറെ ആരോ അത് എഴുതിയിട്ടില്ല. കാരണം സാറ് ആവശ്യപ്പെടും ഞാൻ എഴുതി കൊടുക്കും. ഇന്നുണ്ടായിരുന്നെങ്കിൽ സാറ് ഒരു 1000 പിന്നെ എഡീഷൻ അത് പ്രസിദ്ധീകരിക്കുന്നെങ്കിൽ ഞാൻ ഒരു 1000 പിന്നെ വിവരകഥ എഴുതുമായിരുന്നു. കാരണം അന്നത്തെ പൊളിറ്റിക്സും സാധനമൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം വലിയ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പുറത്ത് ഒരു പരിപാടിക്കും വരാത്ത ഒരാളാണ്. എനിക്ക് വീട്ടിൽ ഇങ്ങനെ മാറിയില്ലാത്ത തരത്തിൽ സാറിൻ്റെ പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. വലിയ സന്തോഷം ഉണ്ടാകുന്ന പുസ്തകം ഞാൻ വായിച്ചു. ഇതിനേക്കാൾ രസം എന്ന് പറഞ്ഞാൽ ചങ്ങാത്തം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഈ മുജേരിക്കുന്നൊക്കെ പറയുന്ന സാധനം MBD സ്കൂളിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. കാരണം അവിടെ ഒരു കൊച്ചു കുളവും ഒരു കൊച്ചു കുന്നൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഉച്ചയാകുമ്പോഴത്തെ ചോറുണ്ണാൻ അതിന് മുമ്പിലാണ് പോകുന്നത്. പാത്രത്തിലും പിന്നെ പൊതിയൊക്കെ ആയിട്ട് ചോറുണ്ണുക, അവിടുന്ന് കരുവാലി കഴിയുക, ബെല്ലടിക്കുമ്പോഴാണ് സ്കൂളിലേക്ക് ഓടുന്നത്. അത് വലിയ സൗഹൃദത്തിൻ്റെ കാര്യം. ശൈസാറ് അവിടെയാണ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കാരണം സാറിൻ്റെ കവിത വായിച്ചപ്പോഴാണ് സാറിൻ്റെ ചോറുണ്ണലും അവിടെ ആയിരുന്നു. സാറിൻ്റെ കുണ്ടുകളുണ്ട്. ഒന്നാം കുന്നിൽ ഒഴിയരിക്കുന്നിൽ ഞാനും ചങ്ങാതി ഒറ്റയ്ക്ക് പോയി. 7ാം തരത്തിൽ മാടിവിൽ വാനത്ത് മങ്ങി മറഞ്ഞതു കണ്ടു. ഒന്നാം കുന്നിൽ ഒഴിയരിക്കുന്നിൽ ഞാനും ചങ്ങാതി ഒറ്റയ്ക്ക് പോയി. 7ാം തരത്തിൽ മാടിവിൽ വാനത്ത് മങ്ങി മറഞ്ഞതും നാം കണ്ടു. കുന്നിൻ ഉച്ചിയിൽ ൂറിത്തെളിയും പൂറ്റുനീരത്ര കുടിച്ചു നാം. നിർഭയരായി മുന്നോട്ടു പോയി നാം കുന്നിന്റെ മേലേറി നിന്നു. കുന്നിൻ ഉച്ചിയിൽ ൂറിത്തെളിയും പൂറ്റുനീരത്ര കുടിച്ചു നാം. നിർഭയരായി മുന്നോട്ടു പോയി നാം കുന്നിന്റെ മേലേറി നിന്നു. വിദ്യാലയ മണി വീണ്ടും മുഴങ്ങുന്നു. അമ്പു കണക്കെ നാം പോന്നു. ഉച്ചനേരങ്ങളെ സമ്പുഷ്ടമാക്കി മഴയത്തും മുറ്റത്തു നിന്നു. വിദ്യാലയ മണി വീണ്ടും മുഴങ്ങുന്നു. അമ്പു കണക്കെ നാം പോന്നു. ഉച്ചനേരങ്ങളെ സമ്പുഷ്ടമാക്കി മഴയത്തു മുറ്റത്തു നിന്നു. പാഠാലയത്തിലെ പാട്ടിലും കെട്ടുന്ന കൊച്ചുനീർച്ചോര തൻ ഗാനാവലി
മറ്റു ചങ്ങാതിമാരെക്കാൾ വേഗത്തിൽ പാഠവും ഞങ്ങൾ വ്യക്തമാക്കി. പാടാലയത്തിലെ പാട്ടിലും കേട്ടു നാം കൊച്ചു നീർച്ചോലതൻ ഗാനാവലി. മറ്റു ചങ്ങാതിമാരെക്കാൾ വേഗത്തിൽ പാഠവും ഞങ്ങൾ ഹൃദയമാക്കി. ഉരിയരിക്കുന്നിലെ ഉച്ചനേരങ്ങൾക്ക് ഉയർക്കെടുവോളം ചന്തം. ഉറ്റ ചങ്ങാതിമാർ ഞങ്ങൾക്കും അങ്ങനെ ഉയർപോകുവോളം സ്നേഹം. ഉരിയരിക്കുന്നിലെ ഉച്ചനേരങ്ങൾക്ക് ഉയർക്കെടുവോളം ചന്തം. ഉറ്റ ചങ്ങാതിമാർ ഞങ്ങൾക്കും അങ്ങനെ ഉയർപോകുവോളം സ്നേഹം. പെട്ടെന്ന് വായിക്കാവുന്ന തരത്തിലുള്ള പ്രിന്റിംഗ്, നല്ല ചിത്രങ്ങൾ എല്ലാം കൊണ്ടും വളരെ നല്ല പുസ്തകം. ഇനി പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുസ്തകം എഴുതുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മുതിർന്നവർക്ക് വേണ്ടിയിട്ട് എഴുതുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ. പക്ഷേ നമ്മുടെ സാഹിത്യ മേഖലയിൽ കൂടുതലും മുതിർന്നവരാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കവിതകൾ എഴുതാറുള്ളത്. ഇപ്പൊ ശശിധരൻ സാർ തന്നെയും ഒരു മുതിർന്ന ആളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കവിത എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുതിർന്നവരുടെ ഒരു സാഹിത്യ ശൈലി, അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യബോധം, അല്ലെങ്കിൽ അവരുടെ താളബോധം, ഇതൊക്കെ ഇത്തരം എഴുത്തില് പ്രതിഫലിക്കാറുണ്ട്. അപ്പോ കുട്ടികൾക്ക് തന്നെ എഴുതാവുന്ന മേഖലയാണ് കുട്ടി കവിതാ മേഖല അല്ലെങ്കിൽ ബാലസാഹിത്യ മേഖല എങ്കിലും നമ്മുടെ സാഹിത്യ മേഖല അതിനു വേണ്ട ഒരു പിൻബലം നൽകുന്ന ഒരു സ്ഥിതിയല്ല നിലവിലുള്ളത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ മുതൽ മുതിർന്ന കുട്ടികളെ വരെ പഠിപ്പിച്ചിട്ടുള്ളവർ ആണെന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും നമ്മൾ വിചാരിക്കും കുട്ടികളല്ലേ, അവർക്ക് എന്താണ് ഇത്ര വലിയ വികാരവിക്ഷുബ്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കും. പക്ഷെ ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് കഠിനമായ ദുഃഖങ്ങളും അതുപോലെ തന്നെ അതിയായ സന്തോഷങ്ങളും ഉണ്ട്. അപ്പോ അതിനെ അതിൻ്റെതായ പ്രായത്തിൽ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിന് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം സാഹിത്യ കൃതികളാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഒരു കൃതി വായിക്കുന്നുണ്ട് എങ്കിൽ അത് മികച്ചതായിരിക്കും. ഹ്രസ്വചിത്രം റിലീസ്. ലൈല ക്രിയേഷൻസിൻ്റെ 32ാം ഹ്രസ്വചിത്രം ചത്തതല്ല കൊന്നതാണ് വെള്ളിയാഴ്ച രാവിലെ 10-ന് യൂട്യൂബിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡുവിൻ റിലീസ് ചെയ്യും. LT ധർമ്മയാണ് കഥയും തിരക്കഥയും എഡിറ്റിങ്ങും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ശ്രീ ശശിധരൻ കുണ്ട്രയുടെ ബാലകവിതാ സമാഹാരം എന്നീ വേദിയിൽ പ്രകാശിതമാവുകയാണ്. ജീവിതത്തിൻ്റെ അനന്തഭേദങ്ങളെ മുഖാമുഖം നേരിട്ട് ഭാഷയിലും ഭാവത്തിലും പലതായി നിൽക്കുന്ന കവിയെന്നും ജീവിതത്തിൻ്റെ കടലാഴങ്ങളെ കവിതയുടെ മഷിപ്പാത്രത്തിലാക്കിയവനെന്നും ശ്രീ സുനിൽ പി ഇളയിടത്താൽ വിശേഷിപ്പിക്കപ്പെട്ട് ആ വാക്കുകൾ അന്വർത്ഥമാണെന്ന് തൻ്റെ വാക്കുകളിലൂടെയും വരികളിലൂടെയും നിലപാടുകളിലൂടെയും ദൈനംദിന വ്യവഹാരങ്ങളിലൂടെയും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മിൽ ഒരാളായി നിലനിൽക്കുന്ന ശ്രീ ശശിധരൻ കുണ്ട്രയുടെ അനുഭവമായ സാഹിത്യ ജീവിതത്തിൻ്റെ ഒരു ഭാവം മാത്രമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ പ്രകാശിതമാകുന്ന ഈ കൃതി മഴയത്ത് മുറ്റത്ത്. നമുക്കറിയാം, ഒരു സാഹിത്യ ആസ്വാദകൻ എന്ന നിലയിൽ, സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ ഈടുറ്റ ലേഖനങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, ചിന്തോദ്ദീപകമായ വാക്കുകളിലൂടെ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ശ്രീ ടെന്നിസൺ പ്രസിദ്ധീകരിച്ച ലാറൻസിന്റെ 5ാം പരോൾ എന്ന ചെറുകഥാ സമാഹാരത്തിലൂടെ കുഴമണ്ണ് മുതൽ ഇന്നിവിടെ പ്രകാശിതമാകുന്ന മഴയത്ത് മുറ്റത്ത് എന്ന കവിതാ സമാഹാരത്തിലൂടെയൊക്കെ തന്നെ സാഹിത്യ ലോകത്ത് തന്നെ അടയാളപ്പെടുത്തിയ ശ്രീ ശശിധരൻ കുണ്ട്ര അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതത്തിൻ്റെ ഒരു പകുതിയാണ്, ഒരു ഭാഗമാണ് നമ്മുടെ മുന്നിൽ നിന്ന് പ്രകാശിതമാകുന്ന ഈ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുന്നത്. വാക്കുകൾ കൊണ്ടോ അക്ഷരങ്ങൾ കൊണ്ടോ ആവർത്തനത്തിലൂടെയുള്ള താളക്രമത്തിനുപരിയായി കനമുള്ള ആശയങ്ങൾ കവിതയിലൂടെ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മെ വെളിപ്പെടുത്തുന്ന
ശ്രീ ശ്രീധരൻ കുണ്ട്രയുടെ മഴയത്ത് മുറ്റത്ത് എന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കപ്പെടുന്ന ഈ വേളയിൽ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്ത്. ഇനി ഈ പുസ്തക പ്രകാശനം നിർവഹിച്ച നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ഒരു പുസ്തക പ്രകാശനത്തിന് ക്ഷണിക്കുക എനിക്കത്ര കൗതുകകരമായ ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം നല്ല വായനക്കാരനാണ്, നല്ല സിനിമാസ്വാദകനാണ്, ഗായകനാണ്. പക്ഷേ ആദർശപരമായി എനിക്ക് പലപ്പോഴും വിയോജിപ്പുണ്ടെങ്കിലും ഒരു കാര്യം കേൾക്കാൻ, അതിനോട് സൗമ്യമായി പ്രതികരിക്കാൻ അദ്ദേഹം സന്നദ്ധനാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ പ്രകാശനത്തിന് ക്ഷണിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ സമ്മതം മൂടിയത്. അദ്ദേഹം ഇവിടെ കവിതയെ പരാമർശിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ സമയമില്ലാത്ത സമയത്ത് സമയം കണ്ടെത്തി വന്ന് ഇതിൽ പങ്കെടുത്തതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് സരിതാറാണ്. അദ്ദേഹം എൻ്റെ കവിത വളരെ കാര്യമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പല വേദികളിൽ നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇവിടെ സന്തോഷ് കരിക്കുന്നതിൻ്റെ പുസ്തക പ്രകാശനത്തിന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതിന് പകരം എന്നെ കുറിച്ച് കൂടുതൽ പറഞ്ഞുപോയി എന്നാണ് എനിക്ക് അന്ന് തോന്നിയത്. അങ്ങനെ എൻ്റെ കവിതകളെ കുറിച്ച് വലിയ താല്പര്യത്തെ കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ സഞ്ജിനാഥ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് അത് ഞാൻ തന്നെ നിർദ്ദേശിച്ചതാണ്. അതേ പക്ഷേ ഈ ഒരേ സമയത്ത് പലയിടത്ത് ചില കാറ്റുപിങ്ങിയാൽ കൂടുന്നത് പോലെ അദ്ദേഹം പലയിടത്ത് ഈ വിളമ്പാനായിട്ട് കൂടുന്ന ഒരു തിരക്കിൽ നിന്നുകൊണ്ടാണ് ഇവിടെ കൂടുതൽ സംസാരിക്കാതെ പോയത് എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. നല്ല സൗഹൃദമുള്ള മനുഷ്യനാണ്. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ശശി ജോർജ് സാർ സ്വാഗതം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഒരു വെറും രാഷ്ട്രീയക്കാരനല്ല, അതിനപ്പുറത്തേക്ക് നല്ല വായനയുടെ നല്ല സൗഹൃദങ്ങളുടെയും ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പിന്നെ രാജ്മോഹൻ സാർ പുസ്തകം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വളരെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ഒരുപാട് നാളുകളായി അദ്ദേഹമായിട്ടുള്ള സൗഹൃദം ഉണ്ട്. മാത്രമല്ല ഈ ഉപാധികളില്ലാതെ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ പറ്റുന്ന ആളുകളാണ്. അല്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇയാളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു വരുന്നവരല്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ നിർവൃതി എന്നുള്ള വാക്കാണ് പ്രയോഗിക്കേണ്ടത്. രാജ്മോഹൻ സാർ പുസ്തകം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ശശി ജോർജ് സാറാണ് നമുക്ക് സ്വാഗതം പറഞ്ഞത്. വളരെ വിശദമായിട്ടും വിപുലമായിട്ടും സ്വാഗതത്തിൽ എല്ലാവരെയും പരാമർശിച്ച് സംസാരിച്ചു. സാറാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടിയുടെ ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നെങ്കിലും അതിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ ഉണർന്ന് പ്രവർത്തിച്ചത് ശശിസാറാണ്. മാത്രമല്ല ഇതിലെ നമ്മുടെ ഈ പോസ്റ്ററുകളെല്ലാം ചെയ്തത് തങ്കച്ച സാറിന് അവസാന ദിവസങ്ങളിലാണ് അതിലേക്ക് കടന്നു വന്നത്. അതൊക്കെ ചെയ്തത് ശശി സാറാണ്. ശശി സാറിനുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ തങ്കച്ച സാർ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. അവിടെ നിന്നാണ് സൗഹൃദം തുടങ്ങിയത്. ഞങ്ങളൊരു ഫാർമസിസ്റ്റ് ആയിരിക്കും ആദ്യം ഞാൻ വിചാരിച്ചത്. പിന്നീടാണ് അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, നല്ല വായനക്കാരനാണ് എന്നൊക്കെ അറിയാം. അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഒളിച്ചാണ് അദ്ദേഹം പരിപാടികൾ പങ്കെടുക്കാനൊക്കെ പോകുന്നത്. അദ്ദേഹം നല്ലൊരു ചാക്യാർ കൂത്ത് കലാകാരനാണ് എന്നുള്ളത് ഞാൻ കണ്ടെത്തുകയായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ടാണ് അത് വെളിപ്പെട്ടു പോയതാണ്. അങ്ങനെ നല്ല കലാപരമായ ഒരു മനസ്സുള്ള വ്യക്തിയാണ് തങ്കച്ച സാർ. തങ്കച്ച സാറിനെ ഞങ്ങളുടെ ഈ
പൊടി ആളുകൾക്ക് വരെ, അതായത് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞാളിനെ വരെ അറിയാം. അതേ ഒരു പാട്ട് വളരെ പൊടിയായിട്ടിരിക്കുന്ന സമയത്ത് പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. തങ്കച്ചൻ സാറേ തങ്കച്ചൻ സാറേ തങ്കച്ചൻ സാറാണോ ഒരു പാട്ട് ഉണ്ടാക്കിയത്. അദ്ദേഹം എനിക്ക് വളരെയധികം പ്രചോദനം നൽകുന്നുണ്ട്. ഇവിടെ ഈ കുട്ടികളുടെ കവിതകൾ എഴുതുന്നൊക്കെ ഇവിടെ പലരും പറഞ്ഞുകൊണ്ട്, പക്ഷേ ടീച്ചറെ പറഞ്ഞുകൊണ്ട് വളരെ സൂക്ഷ്മമായ നിരീക്ഷണം വേണം, വളരെ സൂക്ഷിക്കുന്നുണ്ട്. വാക്കുകൾ എടുത്ത് വെക്കുമ്പോൾ ഇത് കുട്ടിക്ക് എങ്ങനെയായിരിക്കും, ഇത് ഒരു അധ്യാപകൻ ഈ കവിത വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, കുട്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഒരു രക്ഷിതാവ് ഈ കവിത വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അത് കുട്ടിക്ക് എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുക, കുട്ടി ഇതെങ്ങനെയായിരിക്കും വായിക്കുക, കുട്ടി എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്, കുട്ടിയുടെ ഭാവനാ ലോകത്ത് ഇതെങ്ങനെ പ്രതികരിക്കും, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മുതിർന്നവർക്ക് വേണ്ടി എഴുതുമ്പോൾ നമുക്ക് ബോധിച്ച പോലെ എഴുതാം, പക്ഷെ കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ അങ്ങനെ പറ്റുകയില്ല. ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കാൻ അതുകൊണ്ട് ഞാൻ ഇപ്പോഴെഴുതുന്ന രചനകളൊക്കെ, കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന രചനകൾ, ഈ കുഞ്ഞുമോളുടെ അടുത്ത് ഞങ്ങളുടെ ദിരിമ മുടിപ്പോട്ട് ഇമെന്ന് ഞങ്ങൾ വിളിക്കുന്ന കുഞ്ഞുമോളുണ്ട്. അവളോട് ഞാൻ ചോദിച്ചു, ഈ കവിത എങ്ങനെയുണ്ട്, ഇത് കൊള്ളത്തില്ലെന്ന്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ അത് നോക്കണ്ട, കളയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ പോരുന്ന, ഇങ്ങനെ പോരായിരുന്നോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമ്മളെ ഒരു വരി ചുമ്മാ പറഞ്ഞാൽ അതിൻ്റെ ബാക്കി വരി അയാൾ പറയും. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന എടുക്കാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കാം. എങ്ങനെയുണ്ട് രചനയുടെ ഞാൻ പറഞ്ഞു വന്നെന്നുള്ളതേ ഉള്ളൂ. അതായത് പ്രചോദനം നൽകുന്ന വേറെ ഒരുപാട് ഘടകങ്ങളിൽ ഒരാളാണ് അദ്ദേഹവും. ഈ പരിപാടി സംഘാടനം നടത്തിയത് ഇൻട്രാഗുവാണ്. ഇൻട്രാഗുവിനോടുള്ള കടപ്പാട് അറിയിക്കുന്നു. പ്രസിദ്ധീകരിച്ചത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ഉള്ള നന്ദി അറിയിക്കുന്നു. പരീക്ഷണാർത്ഥാണ് അയച്ചത്. ഇവിടെ രാജ്മോഹൻ സാർ അത് സൂചിപ്പിക്കുകയും ചെയ്തു. വെറുതെ സാറിനോട് ഞാൻ ചോദിക്കാം, ഇത് അയച്ചാൽ നല്ല ഗുണമുണ്ടാകുമോ, നിങ്ങൾ അയച്ചു നോക്കൂ എന്ന് പറയും. ഒരിക്കലും അതിന് ബാബു സാറാണ് ഒരു കാരണക്കാരനായി തീർന്നത്. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഈ പരിപാടിക്ക് നേരത്തെ പറഞ്ഞ ഈ വേണു സാറിൻ്റെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഒരു സാറിൻ്റെ ഒരു സുഹൃത്തിൻ്റെ പുസ്തക പ്രകാശനമുണ്ട്, നമുക്ക് അവിടെയും കൂടെ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കയറി. എനിക്ക് പരിചയമൊന്നുമില്ല, ഞാനിങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സിന്ധു സാജൻ എന്ന് പറയുന്ന ഒരു സിന്ധു സാജൻ എന്നാണ് പേര്. അപ്പം അവരുടെ ടീച്ചറാണ്. ഈ വയനാട്ടിൽ ഏറെക്കാലം നിന്ന് പ്രവർത്തിക്കുന്ന ടീച്ചറാണ്. ആ ടീച്ചറിൻ്റെ ഒരു പുസ്തകമായിരുന്നു കാതി അഭയവിട്ട കഥ എന്ന് പറയുന്ന, അതായത് ആദിവാസികൾ പറയുന്ന കഥകളിൽ നിന്ന് അവർ തിരഞ്ഞെടുത്ത 10 കഥകളുടെ ഒരു സമാഹാരമായിരുന്നു. അതിൻ്റെ പ്രകാശന വേളയായിരുന്നു അത്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പിന്നെ പള്ളിയറ ശ്രീധരൻ സാറായിരുന്നു അതിൻ്റെ പ്രകാശനം നിർവഹിച്ചത്. അന്ന് തന്നെ ഞാൻ ചോദിച്ചു, എൻ്റെ ഒരു പുസ്തകം ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അയച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അയച്ചു തരൂ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ അയച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചാൽ അയച്ചു നോക്കാം. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞു കേട്ടപ്പോൾ ആ കവിതയ്ക്കകത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്ന്, അത് കവിതയ്ക്ക് അപ്പുറത്തേക്ക് പറക്കാവുന്ന അല്ലെങ്കിൽ നടക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അത് ഒരു പക്ഷേ അവിടെ ഇരുന്നവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. അങ്ങനെയാണ് ഈ കവിത വരുന്നത്. പിന്നെ ഈ പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികൾക്ക് ഒക്കെ നന്ദി പറയുന്നു. എഴുത്തുകാരൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പ്രസാധനം. പ്രസാധകരെ സമീപിക്കുമ്പോൾ അവര് പലതരത്തിലുള്ള ഡിമാൻഡുകൾ പറയും. അതൊരു വലിയ പ്രശ്നമാണ്. ആ സങ്കീർണതകൾ പലപ്പോഴും ഇൻട്രാഗും ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ഒരു പുസ്തകത്തിൻ്റെ പ്രസാധനത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് രൂപാന്തരപ്പെട്ട. അതുകൂടെ ആകാം, സൗഹൃദം അവിടെയും ആവാം എന്നുള്ള മട്ടിൽ ചിന്തിക്കുന്നത്. ചൂഷണത്തിന്റെ ഭീകരത പലപ്പോഴും നമുക്കറിയാം. ദസ്തേവ്സ്കിയുടെ പുസ്തകങ്ങളുടെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്റ്റാനിസ്ലാവ്സ്കി അങ്ങനെ ഒരു സ്റ്റെല്ലവ്സ്കി എന്ന് പറയുന്ന ഒരു പ്രസാധകൻ ഈ പുസ്തകം ഏറ്റുവാങ്ങാനായിട്ട് ഇത്ര മണിക്കൂറിനകത്ത് പുസ്തകം എഴുതി തരണമെന്ന് പറയുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ നെരുതയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി പുസ്തകം എടുക്കാൻ നിവർത്തിയില്ല, പണമില്ലാതിരിക്കുന്ന സമയത്ത് അവസാനം അച്ഛൻ വളരെ പ്രിയങ്കരമായിട്ട് കൊടുത്ത ക്ലോക്ക് ഉൾപ്പെടെ ഉള്ള മറ്റു കുറച്ച് സാധനങ്ങളുടെ വിറ്റാണ് ഈ പുസ്തകം ഏറ്റെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾ വെളിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയുണ്ട് കൊല്ലത്ത് തന്നെ പ്രസാധകർ, കഴുത്താപ്പൻ പ്രസാധകർ ചിലർ ഉണ്ട്. എല്ലാവരും അങ്ങനെയല്ല, ചിലരെങ്കിലും ഉണ്ട് എന്നുള്ളതൊരു വലിയ വാസ്തവമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു സന്തോഷമുള്ള ഒരു കാര്യം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ, അതല്ലെങ്കിൽ അതുപോലുള്ള ഏജൻസികൾ, സർക്കാരിൻ്റെ തന്നെ ഏജൻസികൾ ഇതിനുള്ള ധനസഹായം കൊടുക്കുക, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക മന്ത്രി എനിക്ക് പറയേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ എനിക്ക് കിട്ടിയൊരു ആ അർത്ഥത്തിൽ ഒരു സൗഭാഗ്യമാണ് ഈ പുസ്തകം. ഒരു പ്രതീക്ഷയില്ല, ചുമ്മാ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ടേക്ക് നമുക്കൊരു അറിയിപ്പ് വരും, നിങ്ങളുടെ പുസ്തകം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സഹായം ചെയ്യാമോ എന്ന് ചോദിച്ചു. ഈ പുസ്തകം തന്നെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി അയച്ചു തന്നാൽ, ഒന്നുകൂടെ അയച്ചു തന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എൻ്റെ ചെയർമാനായിട്ടുള്ള അന്ന് സജി ചെറിയനായിരുന്നു, അപ്പോഴേ മന്ത്രി സജി ചെറിയനായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ ഇവിടെ പുസ്തക പ്രകാശനം നടത്തിയ മന്ത്രിയാണ്. അപ്പം അവർ രണ്ടുപേരോടുള്ള നന്ദി. പിന്നെ പള്ളിയറ ശ്രീധരൻ സാറിനെ ഞാൻ പറഞ്ഞു, അദ്ദേഹമാണ് ഇതിൻ്റെ എഡിറ്റർ. പിന്നെ നമ്മുടെ രാധിക സി നായർ ആണ്. അപ്പം അവർ എന്നോട് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചു ഇതിനെ സംബന്ധിച്ച്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചല്ല, പുസ്തകം ഇറങ്ങുന്നതിനെ സംബന്ധിച്ചില്ല. എന്നിട്ട് ഒരു എഗ്രിമെൻ്റ് ഒക്കെ അയച്ചു തന്നു. പക്ഷെ അതിൻ്റെ കോപ്പി എനിക്ക് അയച്ചു തന്നില്ല. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോഴത്തേക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഈ പുസ്തകം വരാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ പുസ്തകം കെട്ടായിട്ടാണ് വന്നത്. അത് ഈ കൊറിയറിലാണ് വന്നത്. അതൊന്ന് പെട്ടെന്ന് പോയി മേടിക്കാൻ അന്ന് പറ്റിയില്ല. തുളസേണ്ടനാണ് പാക്കറ്റ് ഓതേഴ്സ് കോപ്പി 10 കോപ്പി നമുക്ക് എത്തിച്ചു തന്നത്. അപ്പോൾ രാധിക സി നായർക്കും തുളസിയമ്മനും ഇതിൽ ചിത്രം വരച്ച് നമ്മുടെ ചിത്രകാരൻ കഴിച്ചു കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ ചിത്രകാരനല്ല, ഇതിലെ ചിത്രങ്ങൾ വരച്ച ആളിനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. ബൈജു PS എന്ന കക്ഷിയാണ്. ഡിസൈൻ ചെയ്തത് GMC എന്ന് പറയുന്ന ഏജൻസി. ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതിലെല്ലാം യഥാർത്ഥം നന്ദിയുടെ അംശം കൊടുക്കണമല്ലോ, പങ്കുവെക്കണമല്ലോ. പിന്നെ ഇതിനകത്ത് ചോദിക്കാവുന്ന അല്ലെങ്കിൽ പറയാവുന്ന ഒരു കാര്യം, ബാലകവിത ഇതുകൊണ്ട് എഴുതുന്നു, നിങ്ങൾ അല്ലാത്ത കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന ഒരാളല്ലേ, എന്തിന് ബാലകവിത എഴുതുന്നു എന്നൊരു ചോദ്യം വരാം. സർഗാത്മകതയുടെ ഏറ്റവും നന്നായിട്ടുള്ള ഊർജം യഥാർത്ഥത്തിൽ പരിധി നോക്കിയാൽ സ്നേഹം എന്ന് പറയുന്നൊരു ഘടകമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒന്നി പ്രകൃതിയോട് അല്ലെങ്കിൽ മനുഷ്യനോട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൃത്തിയായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തോട് പോയി ഉള്ള ഒരു മമതയാണ്, സ്നേഹമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സ്നേഹത്തെ ഏറ്റവും നിർമ്മലമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കുഞ്ഞുങ്ങളിലാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആ ലോകം, നിഷ്കളങ്കമായ സ്നേഹത്തെ എവിടെ നമുക്ക് ദീപിപ്പിച്ചെടുക്കാം എന്നുള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ രചനകളിലേക്ക് ഞാൻ ഒന്ന് വരാം എന്ന് തോന്നിയത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു, നേരത്തെ 2 പുസ്തകങ്ങൾ വന്നിരുന്നു. നമ്മൾ പറയുന്നത് ആകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ വൈദ്യത്തിലെത്തണം എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ വളരെ കുറച്ച് കുട്ടികളുമായിട്ടൊക്കെ ഇടപഴകാനുള്ള അവസരം, അത് അധ്യാപകൻ എന്നുള്ള നിലയാണ്. അധ്യാപകനാവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, അധ്യാപകനായില്ല. പക്ഷേ സമാന്തര സ്ഥാപനങ്ങളിൽ ഞാൻ അധ്യാപകനായി ഇരുന്നു. പല പ്രായത്തിലുള്ള കുട്ടികൾ രാജ്യസഭയിൽ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് കുട്ടികളുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ കുട്ടി മനസ്സിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. പിന്നെ നമ്മൾ ഒരു കാലത്ത് കുട്ടിയായിരുന്നു. T. പത്മനാഭന്റെ ഗോട്ടി എന്ന് പറയുന്നൊരു കഥയിൽ പറയുന്ന പോലെ ഓരോ സന്ദർഭത്തിൽ ഞാനും ഒരു കാലത്ത് കുട്ടിയായിരുന്നു എന്ന്, അത് എപ്പോഴും നമ്മളോടൊപ്പം നടക്കും എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രായമായി വരുമ്പോൾ നമ്മൾ കൂടുതൽ കുട്ടിയിലേക്ക് പോകും. പിക്കാസോ ഒരിക്കൽ പറഞ്ഞ പോലെ എനിക്ക് കുട്ടികളെ പോലെ വരയ്ക്കണം എന്ന്
അല്ലെ അങ്ങനെ വരയ്ക്കാൻ കഴിയുന്നെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ ഒരു അവസ്ഥയിലേക്കാണ്. അപ്പം മുമ്പ് പിന്നെ അമ്മ വരമ്പത്ത് എന്ന് പറയുന്ന പുസ്തകവും അതുപോലെ തന്നെ കാതലും കൂപ്പലും എന്ന് പറയുന്ന പുസ്തകവും ഞാൻ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിരുന്നു. ഇതിലെ പല കവിതകളും ഈ തളിര് എന്ന് പറയുന്ന മാസികയിലും അതുപോലെ യുവികയിലും തത്തമ്മയിലുമൊക്കെ വന്ന കവിതകളാണ്. കുറച്ചൊക്കെ അല്ലാത്ത കവിതകളും ഇതിലുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഇരിക്കുന്ന ഇത്രയും പേരുടെ സൗഹൃദ പിന്നെ സുനിലും പിന്നെ ഞങ്ങളുടെ കുടുംബാംഗമായ ഗിരീഷ് കെയുടെ കവിത അവതരിപ്പിച്ചു. അതിനേക്കാൾ മുമ്പേ തന്നെ എൻ്റെ ഈ കാവലും കൂവലും എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ള ഒരു കവിതയാണ് എംബറ്റി സാർട്രെ ഇവിടെ അവതരിപ്പിച്ചത്, കൊതി എന്ന് പറയുന്ന കവിത. അങ്ങനെ ഈ കവിത അവതരിപ്പിച്ച 3 പേർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ തുളസേന ആശംസ പറഞ്ഞു. എൻ്റെ ആത്മസുഹൃത്ത് ജയപ്രകാശ്, അവരുടെയൊക്കെ വാക്കുകൾ ഇനിയും നമുക്ക് എഴുതാനുള്ള പ്രചോദനമാണ്. അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ വന്ന് നിരനിൽപ്പുണ്ട്. എൻ്റെ സഹധർമ്മിയുണ്ട്, എൻ്റെ 2 മക്കളുണ്ട്, കൊച്ചുമോളുണ്ട്, പിന്നെ സഹോദരിയുണ്ട്, അവരുടെ മക്കളുണ്ട്, മരുമകനുണ്ട്. അവരൊക്കെ ഉപരി ഈ ബോസിലുണ്ട്. ഇതിലൊക്കെ ഉപരി ഈ അടുത്തിടെ ഇവിടെ നടന്ന ഒരു പ്രകാശനത്തിൽ, ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ, ഇംഗ്ലീഷ് അത്രമാത്രം പിടിയില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പ്രകാശനം എങ്ങനെ നടക്കും എന്നറിയാൻ ഞാൻ വളരെ കൗതുകപൂർവ്വം ഇവിടെ വന്നു. മാത്രമല്ല ഈ കട്ടിക്കാട് അച്ഛനെ ഒരു പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ 10 പുസ്തകങ്ങൾ എനിക്ക് ഒരിക്കലും ഒരു സുഹൃത്ത് അയച്ചത്, നിങ്ങളിത് വായിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ റിട്ടയർ ആവുകയല്ലേ എന്നാൽ ഈ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞു. അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ കൂട്ട് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണാമല്ലോ എന്ന് വിചാരിച്ചു വന്നു. അന്ന് ഇവിടെ പ്രകാശിതമായത് നമ്മുടെ ടീച്ചറിൻ്റെ ഷൈനിയം ജോൺ എന്ന് പറയുന്ന ഈ ടീച്ചറിൻ്റെ പുസ്തകമായിരുന്നു. ടീച്ചർ വളരെ വിശദമായിട്ട് കുട്ടികളുടെ മനഃശാസ്ത്രവും കുട്ടികൾ പുറത്തു പോകുന്നതിൻ്റെ താല്പര്യ വിശേഷങ്ങളും അവരുടെ വിഷമങ്ങളും വരെ പറഞ്ഞു. അപ്പോൾ ടീച്ചറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ നിർത്തുകയാണ്. എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നെ കുത്തേര എന്ന് ഞാൻ വിളിക്കും. അത് വലിയ മഹാനായ വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രകാശത്തിനടുത്തൊന്നും നമുക്ക് വരാൻ പറ്റുകയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചില രചനകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഞാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിതം എന്നാണ്. ഇത് തന്നെയാണ് എനിക്കും പറയാൻ. നിങ്ങളുടെ മനസ്സിൽ ഞാനില്ലെങ്കിൽ പിന്നെ ഈ കവിതകൾ എന്തിനാണ്? ഞാനില്ല. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസ് പ്രതിമാസം ഒരു ക്രിസ്തുചിത്രം എന്ന നിലയിൽ പുറത്തിറക്കുന്ന 2026 ജൂലൈ മാസത്തെ ചിത്രം, അതായത് ക്രിയേഷൻസിൻ്റെ 32ാമത്തെ ചിത്രം ചത്തതല്ല കൊന്നതാണ്. മറ്റന്നാൾ 31-ാം തീയതി ശനിയാഴ്ച, വെള്ളിയാഴ്ച, നാളെ രാവിലെ 10 മണിക്ക് യൂട്യൂബിൽ റിലീസ് ചെയ്യും. എൻ്റെ സുഹൃത്തുക്കളെല്ലാം അന്നേരം തന്നെ ലൈല എവർ ലവ് എന്ന യൂട്യൂബ് ചാനലിൽ കയറി സിനിമ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. 8 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു കൊച്ചു സിനിമയാണിത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.